പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ച് ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയക്ക് തുല്യമായ ഒരു ട്രയാങ്കിൾ എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ചോദ്യം ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കാം. ഡ്രോ quadrilateral ABCD with AB equal to 8.5 cm, BC equal to 4.5 cm, CD equal to 5 cm, AD equal to 6 cm, and BD equal to 7.5 cm. Draw triangle of the same area and calculate this area. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അളവോട് കൂടിയ ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ച് ആ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയക്ക് തുല്യമായി വരുന്ന ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം, എന്നിട്ട് അതിന്റെ ഏരിയ കാണാം. അപ്പൊ നമ്മൾ ഇത് എളുപ്പമാകാൻ വേണ്ടി ഇതിന്റെ ഒരു റഫ് ചിത്രം ആദ്യം നമ്മൾ വരക്കുന്നു. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ വരക്കുന്നു. ABCD എന്ന ക്വാഡ്രിലാറ്ററിന്റെ റഫ് ചിത്രമാണ്. അപ്പൊ റഫ് ചിത്രമാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. ABCD. AB 8.5 സെന്റിമീറ്റർ, BC 4.5 സെന്റിമീറ്റർ, CD 5 സെന്റിമീറ്റർ, AD 6 സെന്റിമീറ്റർ, and BD diagonal 7.5 സെന്റിമീറ്റർ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡുകൾ തന്നിട്ടുണ്ട്, ഒരു ഡയഗണലിന്റെ നീളവും തന്നിട്ടുണ്ട്. അപ്പൊ 5 അളവ് തന്നിരുന്നാൽ നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ വരക്കാം. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച രീതി അനുസരിച്ച് ക്വാഡ്രിലാറ്ററൽ വരക്കുന്നു. അപ്പൊ ആദ്യം ഫസ്റ്റ് വി ഡ്രോ AB വിത്ത് 8.5 സെന്റിമീറ്റർ. സ്കെയിൽ ഉപയോഗിച്ച് 8.5 സെന്റിമീറ്ററിൽ ഒരു ലൈന് വരക്കുന്നു. അപ്പൊ ഇതാണ് 8.5. 8.5 നമ്മൾ മാർക്ക് ചെയ്യുന്നു, ലൈൻ വരയ്ക്കുന്നു. AB 8.5 സെന്റിമീറ്റർ. ഇനി അടുത്ത അളവ് AD 6 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോമ്പസിൽ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. കോമ്പസ് എടുക്കുന്നു, 6 സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്നു. ഇതാണ് 6 സെന്റിമീറ്റർ. കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുക്കുന്നു. AD 6 സെന്റിമീറ്റർ ആയതുകൊണ്ട് Aയിൽ നമ്മൾ കോമ്പസിന്റെ നീഡിൽ വെക്കുന്നു. കോമ്പസിന്റെ നീഡിൽ Aയിൽ വെക്കുന്നു, എന്നിട്ട് ഒരു ആർക്ക് വരക്കും. അടുത്ത അളവ് നമുക്ക് BD അറിയാം. BD 7.5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും കോമ്പസിൽ 7.5 സെന്റിമീറ്റർ അളക്കും. സെന്റിമീറ്റർ. BD ആണ് 7.5. സോ വി കീപ് ദ നീഡിൽ ഇൻ B. ബിയിൽ വെച്ച് നമ്മൾ 7.5 മാർക്ക് ചെയ്യും. നേരത്തെ വരച്ച ആർക്കും രണ്ടാമത് വരച്ച ആർക്കും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് D. ജോയിൻ DA ആൻഡ് DB. ഡിയിൽ നിന്ന് എയിലേക്കും ബിയിലേക്കും ലൈൻസ് വരക്കും. അപ്പൊ ഇത് നമുക്കറിയാം 7.5 സെന്റിമീറ്റർ ആണ്, ഇത് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന സൈഡ് BC ആണ്. അപ്പൊ നമ്മൾ വീണ്ടും 4.5 സെന്റിമീറ്റർ സ്കെയില് എടുക്കുന്നു. 4.5. അപ്പൊ ഇതാണ് 4.5. സ്കെയില് 4.5 എപ്പോഴും 0യിൽ നിന്നാണ്, സ്കെയിലിന്റെ 0യിൽ നിന്നാണ് നമ്മൾ അളക്കേണ്ടത്. ഇപ്പൊ 4.5 BC ആയതുകൊണ്ട് ബിയിൽ കോമ്പസ് വെക്കുന്നു, നമ്മളൊരു ആർക്ക് വരക്കുന്നു.
വേറൊരു അളവ് നമുക്കറിയാം, DC 5 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ വീണ്ടും നമ്മൾ കോമ്പസ് എടുക്കുന്നു, 5 സെന്റിമീറ്റർ കോമ്പസിൽ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്നു. ഇതാണ് 5 സെന്റിമീറ്റർ. സ്കെയിലിൽ 5 സെന്റിമീറ്റർ അളന്നെടുത്തു. അത് DC ആണ്. അപ്പൊ ഡിയിൽ നമ്മൾ വെക്കുന്നു, ഡിയിൽ കോമ്പസ് വെക്കുന്നു. ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് സി. എന്നിട്ട് സിയിൽ നിന്ന് ഡിയിലേക്കും ബിയിലേക്കും ലൈൻസ് വരക്കുന്നു. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന അളവോടുകൂടിയ ക്വാഡ്രാറ്ററൽ ABCD കിട്ടുന്നു. ഇത് 4.5 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ. ഇത് നമുക്ക് വേണ്ടത് ഇതേ ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ് വേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 2 triangles with the same base and in between same parallel lines having the same area. 2 ട്രയാങ്കിൾസിന്റെ ബേസുകൾ ഈക്വൽ ആവുകയും അവ ഒരേ പാരലൽ ലൈൻസിന്റെ ഇടയിൽ വരികയും ചെയ്താൽ അവയുടെ ഏരിയകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഈ സി എന്ന പോയിന്റിലൂടെ ഈ ട്രയാങ്കിൾ BCDയുടെ ബേസായ BDക്ക് പാരലായിട്ട് സിയിലൂടെ ഒരു ലൈന് വരക്കണം. BD ബേസാക്കി സിയിലൂടെ നമ്മളൊരു പാരലൽ ലൈന് വരക്കുന്നു. പാരലൽ ലൈൻ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ലൈനിലാണോ പാരലൽ ലൈൻ വരയ്ക്കേണ്ടത് അവിടെ സെറ്റ് സ്ക്വയർ വെക്കുന്നു. സെറ്റ് സ്ക്വയറിനോട് ചാരി നമ്മൾ സ്കെയില് വെക്കുന്നു. സ്കെയില് ഇളകാതെ പിടിക്കും. എന്നിട്ട് സെറ്റ് സ്ക്വയർ സ്കെയിലിനോട് മെല്ലെ സ്ലൈഡ് ചെയ്യും. ഈ സിയിലെത്തുന്നത് വരെ ഞെട്ടിപ്പിടിക്കുന്നു. അപ്പോ ഏത് ലൈനിലാണോ പാരലൽ ലൈൻ വരയ്ക്കേണ്ടത് അവിടെ സെറ്റ് സ്ക്വയർ വെക്കുന്നു. സെറ്റ് സ്ക്വയറിനോട് ചാരി സ്കെയില് ഉറപ്പിച്ചു പിടിക്കുന്നു. എന്നിട്ട് സെറ്റ് സ്ക്വയർ മെല്ലെ മൂവ് ചെയ്യും. സിയിലെത്തുന്നവരെ വരക്കും. സിയിലെത്തി കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് നമ്മളൊരു ലൈന് വരക്കും. അപ്പോ ഈ വരച്ചിരിക്കുന്ന ലൈന് BD എന്ന ബേസിന് പാരലാണ്. ഇത് നമുക്ക് നീട്ടിക്കൊടുക്കാം, കുറച്ച് സൗകര്യം പോലെ നീട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന AB എന്ന ലൈന് ഒന്ന് നീട്ടിക്കൊടുക്കാം. അവ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് E ആണെങ്കിൽ ഇയിൽ നിന്ന് ഡിയിലേക്ക് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കും. അപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. ഫസ്റ്റ് BCD. ട്രയാങ്കിൾ BCD. ഇപ്പോ പാരലൽ ലൈന് വരച്ച് നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ ആണ് ഈ ട്രയാങ്കിൾ BED. രണ്ടിന്റെയും ഏരിയ ഈക്വൽ ആയിരിക്കും. കാരണം ഈ BCD എന്ന ട്രയാങ്കിളും BED എന്ന ട്രയാങ്കിളും ഒരേ പാരലൽ ലൈനിന് അകത്ത് ഒരേ ബേസ് BD ബേസ് ആയിട്ട് വരുന്ന 2 ട്രയാങ്കിളാണ്. അങ്ങനെയുള്ള ട്രയാങ്കിൾസിന്റെ ഏരിയ ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BED. അപ്പോ ഈ BCDക്ക് പകരം BED കൂട്ടിച്ചേർത്താൽ ഈ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ എന്തായി? therefore ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD എന്ന ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് BCDക്ക് പകരം നമുക്ക് കൊടുക്കാം BED.
ഏരിയ ട്രയാങ്കിൾ ബി ഇ ഡി. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്തായി? എ ബി ഡിയും ബി ഇ ഡിയും കൂട്ടിയാൽ ട്രയാങ്കിൾ എ ഇ ഡി. സോ ഏരിയ ട്രയാങ്കിൾ എ ഇ ഡി. അപ്പോ എ ബി സി ഡി എന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും എ ഇ ഡി എന്ന ട്രയാങ്കിളിന്റെ ഏരിയ. ഇനി നമ്മൾ അതിന്റെ ഏരിയ കാണണമെങ്കിൽ നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ ബേസ് എത്രയാണെന്ന് അളന്ന് നോക്കുക, അതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് അളന്ന് നോക്കുക. ബേസ് എത്രയാണെന്ന് നോക്കുക. ബേസ് നമ്മൾ ഇങ്ങനെ കോമ്പസിൽ അതിന്റെ അളവ് നോക്കുക. ഇത് എത്രയാണോ അത്രയാണ് അതിന്റെ ബേസ്. അപ്പോ ബേസ് ഈക്വൽ ടു അളന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ബേസ് ഈക്വൽ ടു എത്രയാണ് കിട്ടിയത് ആ അളവ് നമ്മൾ എഴുതുക. 12.7. എങ്ങനെ അളന്ന 12.7 ഇൻറ്റു ഇനി ഹൈറ്റ് നോക്കുക. ഹൈറ്റ് മീൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഏറ്റവും ചെറിയ അകലമാണ് അതിന്റെ ഹൈറ്റ്, ഈ അകലം. അപ്പൊ ഇതാകുമ്പോൾ കുറച്ച് നീളം കൂടുതലാണ്. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈ ലൈനിൽ നിന്ന് ഷോർട്ടസ്റ്റ് അത് പെർപെൻഡിക്കുലർ നോക്കുക. നമ്മള് പൊട്ടാറ്റോ വെച്ചിട്ട് അതിന്റെ പെർപെൻഡിക്കുലർ നോക്കിയാലും മതി. ഈ 90 നോക്കുക, 90ൽ നിന്ന് അതിന്റെ സൂചി മുന അവിടെ വരെ നോക്കുക, എന്നിട്ട് അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നോക്കിയാലും മതി. ഇതാണ് അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈക്വൽ ടു നമുക്ക് ഏകദേശം 5.2 എന്നായി കിട്ടും. 5.2 ഈ ഡിസ്റ്റൻസ് അളന്ന് നോക്കിയാൽ 5.2 ഈക്വൽ ടു ഈ 2നെ 5.2 കൊണ്ട് കട്ട് ചെയ്താൽ സോ 12.7 ഇൻറ്റു 52ന്റെ പകുതി 26, 2.6 മൾട്ടിപ്ലൈ 12.7 into 2.6. 4 into 6, 42. 4. 2 into 6, 12 plus 4, 16. 1. 1 plus 6 plus 1, 7. 2 into 7, 14. 1. 2 into 2 plus 1, 5. 1 into 2, 2. So 2, 10. 8 plus 5, 13. 1, 3. 2 decimal points. So 33.02 square centimeter. ഇതായിരിക്കും ട്രയാങ്കിളിന്റെ ഏരിയ. 32.3 പോയിന്റ് എത്രയാണോ കിട്ടുന്നത് 12.7 into 5.2 12.7 into 2.6 multiply. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആവശ്യപ്പെട്ട ട്രയാങ്കിൾ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയക്ക് തുല്യമായ ട്രയാങ്കിൾ വരക്കുന്നത്. ഓക്കെ.